ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ്. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു അടിപൊളി വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. അതുപോലെ തന്നെ ഒരു 4 അല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ കൂടുതൽ വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ ചെറുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. വെല്ലുള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് എടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് കേട്ടോ. ഇനി നല്ലോണം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. ഇത് നമ്മൾ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു വിഭവത്തിൻ്റെ പേര് തന്നെ മുട്ട ചമ്മന്തി എന്നാണ്. അപ്പോൾ ഞാൻ എന്താ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, നേരത്തെ മാറ്റി വെച്ച ചെറിയ ഉള്ളി, ചെറിയ ഇഞ്ചി കഷ്ണം, അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്ന വിധത്തിലൊന്ന് അത്ര ചതച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചമ്മന്തി ആകുന്ന വിധത്തിലൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ പോയി കാണും ചെക്ക് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് കേട്ടോ. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ട പുഴുങ്ങിയപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഈ മുട്ടേൻ്റെ ഈ സെൻറ്ററത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, മഞ്ഞ കളറുള്ള ഭാഗം, അത് ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്കി മുട്ടേൻ്റെ ഒക്കെ എല്ലാ ഭാഗവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 6 പലഹാരമാണ് ഈ ഒരു ഇതിൽ കിട്ടുക. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ 4 മുട്ടയാണ് എടുത്തിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു തേങ്ങ ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിരിക്കും. ഇപ്പോൾ അതാക്കണോ നമ്മുടെ ആ മിക്സ് നല്ലോണം ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഒന്ന് നമ്മുടെ ആ മുട്ടേൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, മഞ്ഞ ഭാഗം, ആ ഭാഗത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന വിധത്തിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കേട്ടോ ലാസ്റ്റത്തെ മുട്ടയാണ്, അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബാക്കി വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി കുറച്ചും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് ഞാനിവിടെ ആദ്യം ഒരു കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇനി അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങളെ കയ്യിൽ മൈദപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആയാലും മതി. അരിപ്പൊടിയും കുറച്ച് കടലമാവ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുരുമുളകും പൊടി അല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കണ്ട് ഈ ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ബാറ്ററും തയ്യാറാക്കി എടുക്കാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോ മാവിനും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു ബാറ്റർ അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ. നമ്മൾ മുട്ട ബജിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാവണം. ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടി ലേശം കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഈ രീതിയിൽ വേണം നമ്മളെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ.
നമുക്ക് ഓരോന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ആദ്യം ഒരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. കടായി നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾ ഓയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടായിക്കണമെന്ന് നോക്കാനാണ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം മാവ് നല്ല ചൂടായിക്കണമെന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു അർത്ഥം. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാവ് അത്യാവശ്യം ലൂസായതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. തിളച്ച എണ്ണയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാനൊക്കെ സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ആയതിന് ശേഷം മറുഭാഗം കൂടിയും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണു ആ ഭാഗം കൂടി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഈ രീതിയിൽ വേണം ബാറ്ററിലേക്കൊന്ന് മുക്കിയെടുക്കാൻ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. ഇതിനുൾവശം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആക്കാം കേട്ടോ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.